ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. BSE സെൻസെക്സ് ഒരു പക്ഷേ പുതിയ റെക്കോർഡ് ഹൈയിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റി മുന്നേറിയേക്കാം. അതോടൊപ്പം ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ ഫ്ലാറ്റാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 4% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. NVIDIAയുടെ Q3 റിസൾട്ട് ഇന്നലെ അമേരിക്കയിൽ അനൗൺസ് ചെയ്തിരുന്നു. ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരുന്നു ഈ അനൗൺസ്മെൻറ്റ്. Q3 റിസൾട്ടും അതുപോലെ തന്നെ ഗൈഡൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലെ ടെക്നോളജി സ്റ്റോക്കുകളിലുണ്ട്. ഒപ്പം ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. റസൽ 2000 ഇൻഡെക്സ് മാത്രമാണ് ഫ്ലാറ്റ് ക്ലോസിംഗ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ആൽഫബറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $303.68 പെർ ഷെയർ ആണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.62 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും ആൽഫബറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ മുന്നേറ്റം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം അമേരിക്കയിലെ കഴിഞ്ഞ ഫെഡ് മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നിരുന്നു. മെജോറിറ്റി മെമ്പേഴ്സും റേറ്റ് കട്ടിനെതിരാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഗോൾഡ് പ്രൈസിലുണ്ട്. ഗോൾഡ് പ്രൈസിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി കാണുന്നത്. ഇന്നലെ നല്ല രീതിയിൽ ഗോൾഡ് വീണ്ടും മുന്നേറിയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ $4,055 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സിൽവർ $50.88 പെർ ഔൺസിനാണ് സിൽവറും ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് മറ്റു ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ പോസിറ്റീവ് തന്നെയാണ്. ഫെഡിൻ്റെ ഡിസംബർ മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു തീരുമാനം വരികയാണെങ്കിൽ അത് വീണ്ടും പോസിറ്റീവായിട്ട് മാറിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫെഡ് എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഗോൾഡ് പ്രൈസിൽ ഇന്ന് കാണുന്നത്. ഗോൾഡിലും സിൽവറിലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ പോസിറ്റീവ് ബയാസാണ് ഈ രണ്ട് കമ്മോഡിറ്റികൾക്കുള്ളത്. മറ്റെല്ലാ കമ്മോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് ഒരു പക്ഷേ ഗോൾഡിനെയും സിൽവറിനെയും പിന്തുടർന്നുകൊണ്ട് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കമ്മോഡിറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള ശീതസമരം വഷളാവുക എന്നുള്ള റിപ്പോർട്ടുകൾ വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ചൈനീസ് മാർക്കറ്റിലൊക്കെ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മോർഗൻ സ്റ്റാൻലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. മോർഗൻ സ്റ്റാൻലി ധാരാളം സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് അപ്വേർഡ് ടാർഗറ്റ് പ്രൈസും റിവൈസ് ചെയ്തിട്ടുണ്ട്. ICICI ബാങ്ക് മോർഗൻ സ്റ്റാൻലി ഫിക്സ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് പ്രൈസ് 1800 ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1025, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 2600, ആക്സിസ് ബാങ്ക് 1450, HDFC ബാങ്ക് 1225, SBI ലൈഫ് 2310, ആദിത്യ ബിർള ക്യാപിറ്റൽ 375, ശ്രീറാം ഫിനാൻസ് 925. ഇങ്ങനെയാണ് പുതിയ അപ്വേർഡ് ടാർഗറ്റ് മോർഗൻ സ്റ്റാൻലി ഈ സ്റ്റോക്കുകൾക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പൊതുവേ NBFC സെക്ടറിലുള്ള സ്ട്രോങ് NBFCകൾ അതുപോലെ തന്നെ PSU സ്ട്രോങ് പ്രൈവറ്റ് ബാങ്കുകളൊക്കെയാണ് മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് സെക്ടർ തന്നെയാണ് അടുത്ത മാസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ബൊണ്ടാൻഡ ഗ്രൂപ്പ് അഡാനി ഗ്രീൻ എനർജി ആയിട്ട് 5 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സോളാർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ബൊണ്ടാഡയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സയൻ്റെ 40 NM
ചിപ്പുകൾ മിനിഞ്ഞാന്ന് അൺവെയിൽ ചെയ്തിരുന്നു. ഇത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സയൻറ്റിനെ സംബന്ധിച്ച് സ്മാർട്ട് മീറ്റർ രംഗത്ത് യൂസ് ചെയ്യുന്ന ചിപ്പുകളാണ്. അതോടൊപ്പം തന്നെ വീണ്ടും പലതരത്തിലുള്ള ചിപ്പുകളും സയൻറ്റിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി പുറത്തിറക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സയൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. NBCC 2966 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ വിക്രാൻ എഞ്ചിനീയറിംഗ് പറയുന്നത് വീണ്ടും വലിയ രീതിയിൽ ഓർഡർ ഇൻഫ്ലോസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. ഓൾറെഡി 1642 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. വീണ്ടും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറൗണ്ട് 2000 crore അഡീഷണൽ ഓർഡേഴ്സാണ് മാർച്ച് 2026 മുമ്പ്. തീർച്ചയായിട്ടും വിക്രാനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള IPO വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് വിക്രാൻ എഞ്ചിനീയറിംഗ്. അതോടൊപ്പം തന്നെ കോട്ടക് ബാങ്കും ഫെഡറൽ ബാങ്കും ആണ് ഡൂയിഷ് ബാങ്കിൻ്റെ ഇന്ത്യൻ അസറ്റ്സ് അക്വയർ ചെയ്യാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രണ്ട് ബാങ്കുകൾ ഏതെങ്കിലും ബാങ്കുകൾ ഈ അസറ്റ്സ് ഒക്കെ അക്വയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ആ ന്യൂസിനനുസരിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ്, ഷിപ്പിംഗ്, പോർട്ട്, അതുപോലെ തന്നെ റെയിൽവേസ്, ഈ സെക്ടറിലൊക്കെയാണ് വലിയ രീതിയിലുള്ള ക്യാപെക്സ് സ്പെൻഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാപെക്സ് സ്പെൻഡിങ്ങിൻ്റെ ഇമ്പാക്റ്റൊക്കെ അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഈ സെക്ടറിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. പ്രൊമോട്ടർ ബൈ ചെയ്യുന്ന സ്റ്റോക്ക് സൂര്യ റോഷ്നിയാണ് ഇന്നലെയൊക്കെ പ്രൊമോട്ടർ ബൈ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ ബയേഴ്സ് ആയിരുന്നു. 1550.22 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1360.27 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ കണ്ടേക്കാം. ഒപ്പം ഇന്നലെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുള്ളത് സമ്മാൻ ക്യാപിറ്റലാണ്. സമ്മാൻ ക്യാപിറ്റൽ മുമ്പ് ധാരാളം അലഗേഷൻസും ധാരാളം എൻക്വയറിയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിനുശേഷം പഴയ പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്ത് പുതിയ പ്രൊമോട്ടേഴ്സ് വന്നു. ഒപ്പം അബുദാബി ബേസ്ഡ് ഒരു കമ്പനി, അബുദാബി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്പനി 43% സ്റ്റേക്കും അക്വയർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പഴയ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള പാർട്ടീസ് ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്ന് സുപ്രീം കോടതിയിൽ കേസൊക്കെ ഫയൽ ചെയ്തിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ വെർഡിക്റ്റ് വന്നിട്ടുണ്ട്. സെബി അതുപോലെ തന്നെ MCA മറ്റെല്ലാവരും സമ്മാൻ ക്യാപിറ്റലിനെ ഫേവർ ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ ഇത്തരത്തിലുള്ള വിചിത്രമായ വെർഡിക്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അറ്റ് എവരി ഫാളിൽ ഈ സ്റ്റോക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഈ കമ്പനിയുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം അലിഗേഷൻസ് നേരിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ എൻക്വയറികളെയും അതിജീവിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും കോക്കസ് ഡ്രിവൺ ആയിട്ട് അലിഗേഷൻസ് വരുന്നത്, ഇത്തരത്തിലുള്ളൊരു വെർഡിക്റ്റ് വരുന്നത്, തീർച്ചയായിട്ടും ഒരു ആക്ഷൻ വരുന്നത് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സമ്മാൻ ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള എൻക്വയറിനും നേരിടാനായിട്ട് അവർ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്തരത്തിൽ സ്റ്റോക്ക് താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വീണ്ടും ഇൻ്റർനാഷണൽ വൊളാറ്റിലിറ്റി ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. ഒപ്പം നമ്മുടെ Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. Q3 റിസൾട്ടുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ റിഫോം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫെബ്രുവരി 1 വന്നേക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേയ്സ് തന്നെയാണ്. എന്നിരുന്നാലും ഇൻ്റർനാഷണൽ വൊളാറ്റിലിറ്റി ഒക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. സെൻസെക്സ് ഒരു പക്ഷേ റെക്കോർഡ് ഹൈയിൽ ഓപ്പൺ ചെയ്തേക്കാം. ഇന്നോ നാളെയോ ആയിട്ട് നിഫ്റ്റിയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ഗോൾഡ് താഴെ വരികയാണെങ്കിൽ ഗോൾഡും സിൽവറും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ന്യൂസുകൾ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അമേരിക്കയിൽ ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫോളോ ചെയ്തിരുന്നൊരു മെത്തേഡ് പോർട്ട്ഫോളിയോ ക്രിയേഷനിൽ 60:40 റേഷ്യോ ആണ്. 60% ഇക്വിറ്റി അതുപോലെ തന്നെ 40% ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. ഈ രീതിയൊക്കെ മാറാൻ പോവുകയാണ്. ഗോൾഡിന് വലിയ രീതിയിലുള്ള അലോക്കേഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ഇൻവെസ്റ്റിങ്ങിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.